തേങ്ങ മുളക് അരച്ച് കറി വെക്കണേന്ന് തേങ്ങയും മുളകും. അപ്പോൾ ഇതാണ് കുറച്ച് മീൻ, കുറച്ച് കോര്, കുറച്ച് ചെറിയ നത്തോലിയൊക്കെയാണ്. ഇതാണ് കറി. മീൻ മുറിച്ച് കറി വെച്ചിട്ടുണ്ട്, കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടേക്ക് ഒരു രണ്ടുള്ളി ഒരു പച്ചമുളക് അത് മതി. കുറച്ച് മുളക് പൊടി കേട്ടോ, അപ്പം അതിൻ്റെ കളർ കാണാനാണ്. ഇത്തിരി കൂടെ മതി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇടണം, കളർ ഇട്ടാൽ ഇത്തിരി കൂടുതൽ. നമുക്ക് ഒരു 2 അല്ലി വേപ്പില, ഉള്ളു കുറച്ച് ഉപ്പ് അരക്കാൻ പോണേണ്ട കേട്ടോ. അരച്ചിട്ട് കറി വെക്കാൻ നമുക്ക്. ഞാൻ വേണ്ട പച്ചമുളക് 4 2 പച്ചമുളക് ഒരെണ്ണയിൽ അരച്ചിട്ടുണ്ട്, നമ്മൾ കറിയിലേക്ക് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ അരച്ചത് ഒഴിക്കണേന്. ഉള്ളിയും പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നാടൻ കറിയാണ്. അരച്ചപ്പോൾ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. പുളിയിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചത്. ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ട, നമുക്ക് മീനിടുമ്പം വെള്ളം വരും. കുറച്ച് ഉപ്പും കൂടി ഇടണം. രണ്ട് മൂന്ന് ഇതൾ വേപ്പില അരച്ചപ്പോൾ 2 ഇട്ടിട്ടുണ്ടെങ്കിൽ താളിക്കുമ്പോൾ ഞാൻ കീറിയിട്ടേക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. തിളക്കട്ടെ. ഇനി തിളക്കുമ്പോൾ മീനിടണം. നോക്കാം. കറി തിളച്ച് കറി ഇനിയിപ്പോൾ മീനിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം പോലെ ചെയ്യാവിട്ടാം. പിന്നെ കുറുക്കണം. പുളിയുപ്പൊക്കെ നമുക്ക് മീനിടാം. പോലെ മൂടി വെക്കാം കേട്ടോ. കറി തിളച്ചാൽ നോക്കാം. ഓക്കെ, കറി തിളച്ച് നാടൻ കറിയാണ് കേട്ടോ. കുറച്ച് തേങ്ങ മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ള കറിയാണ്. കുടംപുളി ഇട്ടിട്ടുണ്ട്. നമുക്ക് താളിക്കാം. നാടൻ കറിയാണ്. എല്ലാവരും ഒക്കെ ഒന്ന് വെച്ച് നോക്കണം, ലൈക്ക് അടിക്കണം. ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി. വെളിച്ചെണ്ണയാണ്. ഇതിൽ ഒരുപാട് ഇതൊന്നും ചേർക്കില്ല. ഇത് നാടൻ കറിയാണ്. നാടൻ കറി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് വെച്ച് സൂപ്പറാണ്. നല്ലോണം മൂക്കണം, അല്ലെങ്കിൽ മണമുണ്ടാവും. ഉള്ളിയാണ് ഞാൻ അരച്ചത്. കറിക്കണത് ഉള്ളിയാണ് കേട്ടോ. നാടൻ കറിയിൽ എപ്പോഴും ഉള്ളി ഇടുള്ളൂ, സവാള ഇടില്ല. ഓക്കെ.
ഇതിനകത്ത് മിനിറ്റ് സ്മെല്ലാണ് കഴിഞ്ഞ് നമുക്ക് ഒഴിക്കാം കറിയിലേക്ക്. കറി കഴിയുമ്പോൾ നമുക്കൊരു അടുത്തും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ മൂടിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല. അപ്പോൾ ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറി തയ്യാറ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ അടിക്കണം, കമൻ്റ് ഇടണം. ഇതാണ് നമ്മളെ കറി. എല്ലാവരും വെച്ച് നോക്കണം. നാടൻ കറിയാണ്. 3 മിനിറ്റ് കൊണ്ട് കറിയായി. ഓക്കെ, ടാറ്റാ ബൈ.